നമസ്കാരമല്ലേ, ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ആണ്. നല്ലൊരു എപ്പിസോഡ്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നയനയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നയന റൂമിൽ തന്നെ കിടക്കുകയാണ്. അവിടേക്കാണ് ദേവയാനി മസാല ചെയ്യാനായിട്ട് വരുന്നത്. നയന ഇത് കാണുന്നുമുണ്ട്. പക്ഷേ നയന പെട്ടെന്ന് തന്നെ കണ്ണടച്ച് ഉറങ്ങിയതുപോലെ കിടക്കുകയാണ്. അപ്പോൾ ദേവേനി റൂമിലേക്ക് വന്നതിന് ശേഷം നയനെ വളരെ സ്നേഹത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. അതിനുശേഷം നയനെ ഉണർത്താനായിട്ട് ദേവേനി ചെറിയ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നയന പെട്ടെന്ന് ചാടി എണീച്ചിട്ട് ചോദിക്കും, എന്താ അമ്മയെന്ന് ചോദിക്കും. അപ്പോൾ പറയാം, നിനക്ക് സുഖമില്ല എന്ന് പറഞ്ഞു, എന്ത് പറ്റിയതാ? ഇതാ മസാല ചായ, ഇത് കുടിക്കുക. അപ്പം നയന പറയും, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു അമ്മേ, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു തലവേദന എന്നൊക്കെ പറയാം. അപ്പം ദേവേനി പറയും, നിനക്ക് ഇത്രയും സുഖമില്ലെങ്കിൽ നിനക്ക് ആദർശിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോകാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും, എനിക്ക് ഹോസ്പിറ്റലിൽ പോകുന്നത് പണ്ടേ പേടിയാണ് അമ്മേ എന്നൊക്കെ പറയും. അപ്പം ദേവേനി പറയും, എനിക്കും അങ്ങനെ തന്നെയൊക്കെ ആയിരുന്നു എന്ന് വെച്ചിട്ട് ഞാൻ ഇത്രയും ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നില്ല, ആ സർജറിക്ക് വേണ്ടിയൊക്കെ പേടിച്ചിട്ട് മാറി നിൽക്കാൻ പറ്റുന്നതാണോ? അസുഖം വന്നാൽ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ പോകണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇങ്ങനെ നയനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് പറയുന്നുണ്ട്. പക്ഷേ നയന ഇതൊന്നും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ദേവയാനി നയനെ തിരിഞ്ഞ് നോക്കി പോകുന്നുണ്ട്. അപ്പം നയനയും ഇത് കാണുന്നുണ്ട്. അപ്പോൾ ദേവയാനി ഇതിന് ശേഷം ആ മുത്തശ്ശിയുടെ അടുത്താണ് പോകുന്നത്. ഇങ്ങനെ നയനയ്ക്ക് സുഖമില്ലാന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അല്ലാതെ അസുഖം വന്നാൽ ആർക്കും വേണ്ടി ത്യാഗം ചെയ്ത് ഇവിടെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയും, അയ്യോ എന്ത് പറ്റി എന്നൊക്കെയുള്ള ഒരു നയനയ്ക്ക് സുഖമില്ലാത്തതെന്നുള്ള ഇതൊക്കെ മുത്തശ്ശിക്ക് അറിയാമല്ലോ. അപ്പോൾ പറയും, അങ്ങനെയാണെങ്കിൽ ആദർശ് കൊണ്ടുപോകേണ്ടതല്ലേ, എന്ത് പറ്റി അവൻ പിന്നെ കൊണ്ടുപോകാത്ത എന്താണെന്നൊക്കെ ഇങ്ങനെ വന്ന് പറയും. അപ്പം ദേവേനി പറയും, ആദർശ് എൻ്റെ അടുത്താണ് വന്ന് ഓടി വന്ന് പറഞ്ഞത് നയനയ്ക്ക് സുഖമില്ല എന്നൊക്കെ എന്ന് പറയും. അവിടെ കേൾക്കുന്നില്ല, പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല, ഹോസ്പിറ്റലിലും പോകണില്ല, അമ്മ തന്നെ ഒന്ന് പറയണം അവളുടെ അടുത്ത് ഹോസ്പിറ്റലിൽ പോകാനെന്ന് പറയും. അപ്പം പറയും, മുത്തശ്ശി പറയും, നീയും നയനയൊക്കെ എന്ത് വന്നാലും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവേണ്ടതാണ്. അപ്പോൾ ദേവേനി പറയും, ഞാൻ എന്തെങ്കിലും വന്നാൽ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, കാര്യം എനിക്കിപ്പോൾ സർജറി കഴിഞ്ഞതല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ മുത്തശ്ശി പെട്ടെന്ന് തന്നെ പറയും, അതുപോലെ തന്നെയാണ് നയനയും എന്ന് പറയും. അപ്പം ദേവേനി ചോദിക്കാൻ, എന്താ അവൾക്ക് വല്ല സർജറിയും കഴിഞ്ഞതാണോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് മുത്തശ്ശി അറിയാതെ ഇങ്ങനെ പറഞ്ഞു പോയതുമാണ്. അപ്പോൾ പെട്ടെന്ന് അതിൽ നിന്നൊക്കെ അങ്ങ് മാറിയിട്ട് എന്തായാലും അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നന്ദുവിൻ്റെ ഫ്രണ്ട്സിനെയാണ് കാണിക്കുന്നത്. രണ്ട് ഫ്രണ്ട്സുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം നന്ദുവിന് നാളെയാണ് ട്രെയിനിങ് ക്യാമ്പിൽ പോവേണ്ടത്. അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ നന്ദുവിനെ മിസ് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇനി തിരിച്ച് വന്നാൽ നീ എസ് ആയിട്ടല്ലേ വരുന്നത്, അപ്പോൾ ഇനി പഴയതുപോലെ ആവാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ അവരൊക്കെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്ദു പറയും, എസ് ഐ എന്താ, ഞാൻ മനുഷ്യനല്ലേ, അതെങ്ങനെ പെട്ടെന്ന് മാറുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ കഴിഞ്ഞു പോയ ഓർമ്മകളൊന്നും ഒരിക്കലും മാറില്ല എന്നൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് അനി വരുന്നത്. അപ്പോൾ അനി വരുന്ന സമയത്ത് നന്ദുവിൻ്റെ ഫ്രണ്ട്സ് പറയും, ദാ നിൻ്റെ കാമുകം വരുന്നെന്നൊക്കെ പറയും. അപ്പം നന്ദു പറയും, ഇങ്ങനെയുള്ള സംസാരമൊന്നും വേണ്ട, അതൊന്നും ശരിയുള്ള കാര്യമില്ല എന്നൊക്കെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് നന്ദു. അതിനുശേഷം അനി വരുന്നുണ്ട്. അപ്പോൾ അനി വരുന്ന ടൈമിൽ അനിയെ കണ്ട് എല്ലാവരും സംസാരിച്ചതിന് ശേഷം ഫ്രണ്ട്സ് പറയുന്നുണ്ട്, ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സമയം തന്നിരിക്കുന്നു, ഞങ്ങൾ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്ദുവും അനിയും കൂടെ സംസാരിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് അപ്പോൾ അവിടേക്ക് അനാമിക വരുന്നുണ്ട് കാറിൽ. പക്ഷേ നന്ദുവും അനിയും കാണുന്നില്ല, പക്ഷേ അനാമിക ഇവരെ കാണുന്നുണ്ട്. എന്നിട്ട് അനാമിക കാറിൽ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്ദുവും അനിയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹവും ബോണ്ടൊക്കെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവർ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ അനി പ്രത്യേകിച്ച് വന്നാൽ നാളെ നന്ദു പോകുന്നതുകൊണ്ട് നന്ദുവിനെ ഒന്ന് കാണാനും നന്ദുവിന് വേണ്ടി അനി ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്, ഒരു റിങ്ങൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനി പറയുന്നു, എനിക്ക് നിൻ്റെ കയ്യിലിട്ട് തരണമെന്നാണ് ആഗ്രഹം, പക്ഷേ നീ ഇത് സമ്മതിക്കില്ലല്ലോ എന്നൊക്കെ പറയും. പക്ഷേ നന്ദു ഇത് വാങ്ങിക്കാൻ പോലും ഒരു തയ്യാറാവാതെ മട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നന്ദുവിൻ്റെ